ഭൂപതിവ് ചട്ടഭേദഗതി ഇന്ന് വിജ്ഞാപനം ഇറങ്ങാനിരിക്കെ ഇടുക്കി ജില്ലയിൽ ചട്ടഭേദഗതിയെ ചൊല്ലി രാഷ്ട്രീയ വാക്പോര മുറുകുന്നു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമായാണ് ചട്ടഭേദഗതിയെ LDF ചൂണ്ടിക്കാട്ടുന്നത്. പുതിയ ചട്ടം പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയെന്നാണ് UDFന്റെ മറുവാദം. 1960 ഭൂനിയമം ഭേദഗതി ചെയ്തത് 2023 ഭൂമിക്ക് മേലുള്ള പൂർണ്ണമായ അവകാശം ഇതോടെ മലയോര ജനതയ്ക്ക് രേഖാമൂലം ലഭിക്കുമെന്ന ഉറപ്പിൽ ഭേദഗതി നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഐക്യകണ്ഠേന പാസാക്കി. പിന്നീട് ചട്ടത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു. കഴിഞ്ഞ മാസം കരട് ചട്ടം പുറത്തു വന്നതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. ഇതിനപ്പുറത്ത് ഈ ജില്ലയ്ക്കെതിരായി മറ്റൊന്നും സംഭവിക്കാനില്ല എന്നുള്ള തരത്തിലാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. എന്തോ വിപ്ലവം സൃഷ്ടിച്ചു എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് വിപ്ലവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. നിയമപ്രകാരം അനധികൃതമെന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്ന കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാനുള്ള അവസരമാണ് പുതിയ ചട്ടപ്രകാരം ലഭിക്കുന്നത്. ഇത് അപ്രായോഗികമാണെന്നാണ് രാഷ്ട്രീയ വിമർശനം. ഇപ്പോഴത്തെ ഈ ചട്ടം അനുസരിച്ച് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് പെർമിറ്റും പട്ടയഭൂമിയിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ 46 വർഷം പഴക്കമുള്ള കെട്ടിടം വേണമെങ്കിൽ നിങ്ങൾക്ക് അതേപടി കൊണ്ടുനടക്കാം. ഇതിന്റെ അപകടം എന്തുമാത്രം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിയമ ഭേദഗതിയെ നിയമസഭയിൽ അനുകൂലിച്ച MLA അടക്കം ചട്ടത്തിനെതിരെ രംഗത്ത് വന്നതോടെ LDFും സ്വരം കടുപ്പിക്കുകയാണ്. ഒന്ന്, മാത്യു കുഴൽനാടന് ജില്ലയിലെ ഭൂപ്രശ്നം സംബന്ധിച്ച് പത്രസമ്മേളനം നടത്താനുള്ള യാതൊരുവിധ ധാർമ്മികതയില്ലാത്ത ഒരു വ്യക്തിയാണ്. സെപ്റ്റംബർ 14 മാത്യു കുഴൽനാടനുടെ കൈ പൊക്കിയല്ലേ ഈ ചട്ടം കൊണ്ടുവരാനുള്ള തീരുമാനം അംഗീകരിച്ചത്. ചട്ടഭേദഗതിയുടെ ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നതേയുള്ളൂ. തിരഞ്ഞെടുപ്പിൽ വിഷയം എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ഇരുമുന്നണികളും ആശങ്കപ്പെടുന്നത്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം ഭൂനിയമ ഭേദഗതിയാണെന്നായിരുന്നു ഇരുമുന്നണികളും വാദിച്ചിരുന്നത്. നിയമം ഭേദഗതി ചെയ്ത് ചട്ടം നിലവിൽ വന്നപ്പോൾ തർക്കം ചട്ടത്തെക്കുറിച്ചായി. ഭൂപതിവ് ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഇടുക്കിയിൽ നടക്കുന്ന വാക്പോരിൽ ഇരുമുന്നണികളും ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ ലാഭം മാത്രമാണ്. മീഡിയ 1 ഇടുക്കി.